വീണ്ടും ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. രാഹുൽ മാങ്കുടത്തിൽ MLA-ക്കെതിരെ മൂന്നാമത്തെ ബലാത്സംഗ പരാതി നൽകിയ അതിജീവിതയുടെ വാട്സ്ആപ്പ് ചാറ്റ് പുറത്തുവിട്ട് രാഹുൽ മാങ്കുടത്തിലെ സുഹൃത്തും കോൺഗ്രസ് നേതാവുമായ ഫെനി നൈനാൻ. പരാതിക്കാരിയുമായുള്ള വാട്സ്ആപ്പ് ചാറ്റ് എന്ന പേരിൽ സ്ക്രീൻഷോട്ടുകളാണ് ഫെനി നൈനാൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നും ഫ്ളാറ്റിൽ വെച്ച് കാണുന്നതാണ് സുരക്ഷിതമെന്നും അതിജീവിത പറയുന്ന ചാറ്റുകളാണ് പുറത്തുവിട്ടത്. കാണാൻ ഓഫീസാണ് നല്ലതെന്ന് ആവശ്യപ്പെട്ടത് രാഹുലാണെന്നും ഫെനി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇങ്ങനെയാണ്: പാലക്കാട് ഓഫീസിൽ ചെന്നാൽ കാണാം എന്ന് പറഞ്ഞപ്പോൾ അത് പോരാ, സ്വകാര്യത വേണമെന്നും ഓഫീസിൽ എപ്പോഴും പാർട്ടിക്കാരും സ്റ്റാഫും ഒക്കെ ആയതുകൊണ്ട് സ്വകാര്യത ലഭിക്കില്ലെന്ന് അവർ പറഞ്ഞു. രാഹുൽ MLA-യുടെ ഫ്ളാറ്റിൽ കാണാമെന്നും 3-4 മണിക്കൂറെങ്കിലും സമയം വേണമെന്നും പരാതിക്കാരി തന്നോട് പറഞ്ഞു. ഫ്ളാറ്റിൽ രാത്രിയാണെങ്കിലും കണ്ടാൽ മതിയെന്ന് അവർ പറഞ്ഞു. ഫ്ളാറ്റിൽ അസൗകര്യമാണെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ഒരു ഡ്രൈവ് പോകണമെന്നും MLA ബോർഡ് വെച്ച വണ്ടി വേണ്ട, അവർ വരുന്ന വണ്ടി മതിയെന്നും എന്നോട് പറഞ്ഞു. 2024 3 മണിക്കൂർ ബലാത്സംഗം ചെയ്ത ആളെ 2025 ഒക്ടോബറിൽ അതേ 3 മണിക്കൂർ ഒറ്റയ്ക്ക് കാണണമെന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണെന്നും ഫെനി നൈനാൻ ഫേസ്ബുക്കിൽ കുറിച്ചു. രാഹുൽ മാങ്കുടത്തിൽ MLA-ക്കെതിരെ മൂന്നാം ബലാത്സംഗ പരാതി നൽകിയ അതിജീവിതയുടെ വാട്സ്ആപ്പ് ചാറ്റൊക്കെ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇപ്പോൾ രാഹുൽ മാങ്കുടത്തിലെ സുഹൃത്തും കോൺഗ്രസ് നേതാവുമായുള്ള ഫെനി നൈനാൻ. പരാതിക്കാരിയുമായുള്ള വാട്സ്ആപ്പ് ചാറ്റ് എന്ന പേരിൽ കുറെ സ്ക്രീൻഷോട്ടുകളാണ് ഫേസ്ബുക്കിലൂടെ ഫെനി നൈനാൻ പങ്കുവച്ചിരിക്കുന്നത്. ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നും ഫ്ളാറ്റിൽ വെച്ച് കാണുന്നതാണ് കൂടുതൽ സുരക്ഷിതമെന്നുമൊക്കെ അതിജീവിത പറയുന്ന കുറെ ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഓഫീസാണ് കാണാൻ നല്ലതെന്ന് ആവശ്യപ്പെട്ടത് രാഹുലാണെന്നും ഫെനി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇപ്പോൾ കാണാൻ കഴിയും. അതിജീവിതയുടെ വാട്സ്ആപ്പ് ചാറ്റാണ് ഇപ്പോൾ ഫെനി നൈനാൻ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത്.